അതിന്റെ ഉമ്മക്ക് ആമിനത്താത്തന്റെ തലക്ക് നല്ല വെളിവാണ്. ഗുളി കഴിക്കാൻ നമ്മളെ കിട്ടൂല മോനെ. ആമിനത്താത്തന്നല്ലാണ്ട് ഒരാളും നമ്മളെ വിളിച്ചിട്ടില്ല. വിളിച്ച് എന്റെ മോന്റെ കെട്ടിയോളെ കൊണ്ടുവന്നിട്ടും മറക്കിട്ടൊന്ന് കൊടുത്ത്. അതിനാണ് നമ്മളെ ഈ പിരാന്തമാരനെ കൊണ്ടാക്കിയിരിക്കണത്. അല്ല നാരായണിയമ്മേ, ഈ പിച്ചിന്ന് പറഞ്ഞ എന്താണ്? എനിക്കറിയില്ല. മോൻ കത്തുകൾ അമേരിക്കയിൽ നയിക്കുമ്പോ കണ്ണു കാണില്ല, കണ്ണട എത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഡോക്ടറെ കൊണ്ടാ വായിപ്പിക്കാറ്. നല്ല ഡോക്ടറാണേ, യാതൊരു ഗമയുമില്ലാത്ത ഡോക്ടർ. അല്ല ആമിനക്ക് എങ്ങനെയാ? ഈ വിളിയാണ് നമ്മളെ മോഷിപ്പിക്കുന്നത്. ആമിനല്ല, ആമിന താത്താന്ന് വിളിക്കുന്നത്. മൂപ്പനിനെ നോക്കണ്ടേ? കോവിലെ പുറം കഴിഞ്ഞ് നാം ഇങ്ങോട്ട് വരുമ്പോൾ അതാ നിക്കണോ ഒരു വടയറ്റ് ചുണ്ണാമുള്ളൊരു ചോദ്യം. അപ്പൊ തുടങ്ങിയതാണ് ഈ തുള്ളല്. ഈ ഭ്രാന്തന്മാരെ ആരാണെങ്കിൽ ഇളക്കിയിരിക്കുന്നത്? അങ്ങനെയൊന്നും പറയരുത്. തലയ്ക്ക് അസുഖമില്ലാതാകുന്നത് അവരുടെ കുറ്റമല്ലല്ലോ. പിന്നെ ഇന്നാണ് എന്റെ മകൻ അമേരിക്കയിൽ നിന്ന് വരുന്നു. എന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ മകനുമുണ്ട്, കൊച്ചുമക്കളുമുണ്ട്, ഭാര്യയും ഒക്കെ ഉണ്ട്. അല്ല, ഇതാരൊക്കെയാ ഈ വന്നിരിക്കുന്നത്? മുത്തശ്ശിയാ? എന്താടാ എന്താടാ? നിന്റെ മക്കളെ ഒന്ന് തൊടാൻ പോലും എനിക്ക് അവകാശമില്ലേ? ഞാനവരുടെ മുത്തശ്ശിയല്ലേടാ. ഡോക്ടറെ കണ്ടില്ലേ, എന്റെ അമ്മ ഭയങ്കര വയലന്റ് ആണ്. ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ അമ്മയെ അമേരിക്കയിൽ കൊണ്ടുവന്നത്? എത്ര രൂപ വേണേലും തരാം, എൻ്റെ അമ്മ ഇവിടെ നിൽക്കട്ടെ. മിസ്റ്റർ അരവിന്ദ്, നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു മാനസിക രോഗമില്ല. മക്കളെ പിരിഞ്ഞിരിക്കുന്ന ഒരു ദുഃഖമാണ് അവർക്കുള്ളത്. വയസ്സായ അമ്മയും അച്ഛനെയും വൃദ്ധസദനത്തിലും മാനസികാരോഗ്യ കേന്ദ്രങ്ങളും കൊണ്ടാക്കുക എന്നത് ഇന്നത്തെ തലമുറയുടെ ഒരു വിശേഷ രീതിയാണ്. ഈ പാവം പിടിച്ച അമ്മയ്ക്ക് യാതൊരു അസുഖമില്ല. അല്ല ഡോക്ടർ, അവർ വല്ലാതെ വയലന്റ് ആവുന്നു, അവർ വല്ലാതെ പെരുമാറുന്നു. വേണ്ട ഡോക്ടറെ, വേണ്ട. എനിക്ക് അവന്റെ കൂടെ പോകണ്ട, എനിക്ക് അവന്റെ കൂടെ പോകണ്ട. 10 മാസം നൊന്ത് പ്രസവിച്ച ഇവനേക്കാൾ നിങ്ങളൊക്കെ മതിയായിരിക്കും, നിങ്ങളൊക്കെ മതിയായിരിക്കും. മരിക്കുമ്പോ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് ജാതിമത വ്യത്യാസമില്ലാത്ത ഈ വൃദ്ധസദനത്തിലെ ഓരോ അംഗങ്ങളുടെയും മുഖം കണ്ട് ഈ അമ്മയ്ക്ക് കടന്നു പോണം, ഈ അമ്മയ്ക്ക് കടന്നു പോണം. ഇവരോട് പോകാൻ പറ. എനിക്ക് ഭ്രാന്തില്ല, എനിക്ക് ഭ്രാന്തില്ല. ഇവരോട് കടന്നു പോകാൻ പറയും. വയസ്സാകുമ്പോൾ അമ്മമാരെയും അച്ഛന്മാരെയും വൃദ്ധസദനത്തിലാക്കുന്ന മക്കൾക്ക് വേണ്ടി ഇത് സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.